കേരളം കേൾക്കണം. 10 ദിവസത്തേക്ക് KPCC പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഈ ആത്മഹത്യക്കുറിപ്പ് പുറത്തുവിടാവുള്ളൂ എന്ന് പറഞ്ഞ ഒരു മനുഷ്യരോടാണ് ഇവർ ഈ ക്രൂരത ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ മനുഷ്യരായിട്ട് കൂട്ടാൻ പറ്റുമോ? മനുഷ്യകുലത്ത് ഇവരെ പെടുത്താൻ പറ്റുമോ? നമ്മൾ രാഷ്ട്രീയമൊക്കെ പറയും, പക്ഷെ ഇത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇന്നൊരു പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ്? ഇന്ന് ഈ 2-3 നേതാക്കന്മാരുടെ വാക്ക് കേട്ടപ്പോൾ പ്രതീക്ഷയറ്റ ജീവിതം തൊലഞ്ഞുപോയ ആശുപത്രി പ്രവേശിച്ചിട്ട് ഒരു കരുണ കാണിക്കാത്ത ഈ ക്രൂര കൂട്ടത്തിനോടുള്ള നിരാശയിലൂടെയാണ് ആ പെൺകുട്ടി ഇന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു MLA ഇല്ലേ, കോൺഗ്രസിന്റെ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ, അദ്ദേഹത്തിനല്ലേ ഈ വിഷയം പരിഹരിക്കാനായിട്ട് KPCC നിയോഗിച്ച് ആ വീട്ടിൽ ചെന്ന് അദ്ദേഹം ആ വീട്ടിൽ ചെന്നിട്ട് പത്രക്കാരോട് പറഞ്ഞ എന്താണ്? ഈ NMJ മരണത്തിന് ശേഷം അദ്ദേഹം എന്താ പറഞ്ഞേ? മുഴുവൻ പ്രശ്നങ്ങൾ പരിഹരിക്കും, അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവനും ഞങ്ങൾ ഏറ്റെടുക്കും, അവർക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. എവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ? എവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വാക്കുകൾ? അപ്പോൾ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള വിശേഷത്തിന് ആവശ്യമില്ല. ഈ കേരളത്തിലെ മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു യോഗ്യതയും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനില്ല.